തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ സെല്ലിംഗ് പ്രഷർ വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്കാണ് പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ്. കഴിഞ്ഞ ദിവസം പവർ ഗ്രിഡ് 1% ഉയർന്ന് 287 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൻ്റെ ജനറൽ മാനേജർ ഉദയ് കുമാർ 2.5 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ CBI അറസ്റ്റിലായത് നിക്ഷേപകരുടെ സെന്റിമെന്റിനെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള ഒരു അപ്ഡേറ്റാണ്. CBI പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം പവർ ഗ്രിഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സീനിയർ ജനറൽ മാനേജർ ഉദയ് കുമാർ മുംബൈ ആസ്ഥാനമാക്കിയുള്ള മറ്റൊരു കമ്പനിയുടെ എക്സിക്യൂട്ടീവിൽ നിന്നും കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ച സ്റ്റോക്കാണ് പവർ ഗ്രിഡ്. പവർ ഗ്രിഡിൽ ചില പോസിറ്റീവ് ന്യൂസുകളും വന്നിട്ടുണ്ട്. വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം കമ്പനി പുറത്തുവിട്ട അപ്ഡേറ്റ് പ്രകാരം ഫത്തേഗഡ് ബാർമാർ പവർ സിസ്റ്റം ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയെ പവർ ഗ്രിഡ് എന്ന കമ്പനി അക്വയർ ചെയ്യുകയും ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയും പവർ ഗ്രിഡ് മറ്റൊരു പ്രധാന കമ്പനിയെ അക്വയർ ചെയ്തിരുന്നു. പവർ ഗ്രിഡ് ചിത്രദുർഗ ബെല്ലേരി REZ ട്രാൻസ്മിഷൻ ലിമിറ്റഡ് എന്ന കമ്പനിയെയായിരുന്നു പവർ ഗ്രിഡ് എന്ന കമ്പനി ഏറ്റെടുത്തത്. ഇതുവഴി പവർ ഗ്രിഡ് എന്ന കമ്പനി കർണാടകയിലെ ചിത്രദുർഗ ബെല്ലേരി തുടങ്ങിയ 2 സൈറ്റുകളിൽ പവർ ട്രാൻസ്മിഷനായിട്ടുള്ള ട്രാൻസ്മിഷൻ സ്കീം സംയോജിപ്പിക്കുകയും ചെയ്യും. ചിത്രദുർഗയ്ക്ക് അടുത്ത് 765, 400, 220 kV ശേഷിയുള്ള പൂളിംഗ് സബ്സ്റ്റേഷനുകളും ബെല്ലാരിക്കടുത്ത് 400, 220 kV ശേഷിയുള്ള പൂളിംഗ് സബ്സ്റ്റേഷനുകളുമായിരിക്കും നിർമ്മിക്കുക. ഈ ന്യൂസുകളുടെ പശ്ചാത്തലത്തിൽ പവർ ഗ്രിഡ് എന്ന സ്റ്റോക്കിനെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 370 രൂപ വരെ വിലയുണ്ടായിരുന്ന പവർ ഗ്രിഡ് എന്ന സ്റ്റോക്ക് കറക്ഷന്റെ ഭാഗമായി 280 രൂപ വരെ ഇടിഞ്ഞിരുന്നു. 250 സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കുകയും അവിടെ നിന്നും സ്റ്റോക്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആരംഭിക്കുകയും ചെയ്തു. സ്റ്റോക്ക് 283 ട്രേഡ് ചെയ്യുന്നു. നെഗറ്റീവ് ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്ക് ഇടിയുകയാണെങ്കിൽ 260, 250 തുടങ്ങിയ ലെവലുകളിൽ സ്റ്റോക്കിന് സപ്പോർട്ട് ലഭിക്കാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ അപ്ഡേറ്റ് സെൻഗോ ഗോൾഡുമായി ബന്ധപ്പെട്ടതാണ്. സെൻഗോ ഗോൾഡ് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ 5% ഉയർന്ന് 288 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയിരുന്നു. ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ സെൻഗോ ഗോൾഡിൻ്റെ പെർഫോമൻസ് മോശമായതിനെ തുടർന്ന് സ്റ്റോക്ക് ഓൾ ടൈം ഹൈയിൽ നിന്നും 70% കറക്റ്റ് ആവുകയും ചെയ്തു. അതിനുശേഷം റീസെൻ്റ്ലി സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും തുടർച്ചയായ 4 ദിവസം അപ്പർ സർക്യൂട്ടിലേക്ക് എത്തുകയും ചെയ്തു. ക്വാർട്ടർ 3യിലെ സെൻഗോ ഗോൾഡിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റ് 109 കോടിയിൽ നിന്നും 33 കോടിയിലേക്ക് ഇടിയുകയും കമ്പനിയുടെ എബിറ്റ 181 കോടിയിൽ നിന്നും 79 കോടിയിലേക്ക്, അതായത് 56% ഇടിയുകയും ചെയ്തു. വളരെ നിരാശാജനകമായ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിൽ 52 വീക്ക് ഹൈ ആയ 722 നിന്നും സ്റ്റോക്ക് 70% കറക്റ്റായി. അതിനുശേഷം മാർക്കറ്റിൽ വന്ന കറക്ഷന് ശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനുകളിലായി സ്റ്റോക്കിൽ അപ്പർ സർക്യൂട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് മോശമായിട്ടും സ്റ്റോക്കിൽ വന്ന ബൈയിങ് മൊമെൻറ്റത്തിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിനെ ASM കാറ്റഗറിയിൽ, അതായത് അഡീഷണൽ സർവലൻസ് മോഡ് കാറ്റഗറിയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റീസെൻ്റ്ലി സെൻഗോ ഗോൾഡിലെ പ്രൊമോട്ടേഴ്സ് കമ്പനിയുടെ 80,000 ഷെയറുകൾ മാർച്ച് 17-ാം തീയതിയും 18-ാം തീയതിയും വാങ്ങുകയുണ്ടായി. ഇതുവഴി സെൻഗോ ഗോൾഡിലുള്ള പ്രൊമോട്ടേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 41.16 നിന്നും 41.31% ഉയരുകയും ചെയ്തു. അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷൻ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്ക് കഴിഞ്ഞ 5 മാസം കൊണ്ട് 70% കറക്റ്റ് ആയതിനു ശേഷം സ്റ്റോക്കിൽ ഒരു ഡെഡ് കാറ്റ് ബൗൺസ് നമ്മൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. 70%-ഓളമുള്ള കുത്തനെയുള്ള ഇടിവിന് ശേഷം സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 220 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചാണ്. 300 ഒരു പ്രധാന റെസിസ്റ്റൻസ് ആയി പ്രവർത്തിക്കും. 300-ന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 20 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിൽ നിന്നും 50 എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ച്, അതായത് 379 എന്ന ലെവലിലേക്ക് സ്റ്റോക്ക് ഉയരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഒരു ബിയറിഷ് ഗ്യാപ്പ് സ്റ്റോക്ക് കവർ ചെയ്യാൻ സാധ്യതയുള്ളതിൻ്റെ പശ്ചാത്തലത്തിലാണ് സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി മീഡിയം ടൈമിലോ ലോങ് ടൈമിലോ സ്റ്റോക്കിൽ പൊസിഷൻ എടുക്കാൻ താല്പര്യമുള്ളവർ ക്വാർട്ടർലി റിസൾട്ട് സെഷനിലെ കമ്പനിയുടെ പെർഫോമൻസ് കൂടി കണക്കിലെടുത്തിട്ട് വേണം സെൻഗോ ഗോൾഡുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാൻ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്